നമസ്കാരം. അവൻഗാർഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പണ്ടൊക്കെ ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും ഒരു മെസ്സേജോടുകൂടെ കഥ പറയുക എന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്ന് സിനിമയിലെന്ന പോലെ തന്നെ കോമഡി, ഡ്രാമ, ത്രില്ലർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കഥകളും ഷോർട്ട് ഫിലിംസിലൂടെയും പറയുന്നുണ്ട്. ഇന്ന് അവൻഗാർഡിൽ മത്സരിക്കാനെത്തിയിരിക്കുന്ന ഷോർട്ട് ഫിലിം ഏതാണെന്ന് അറിയാം. അതിനു മുന്നേ ഞാൻ നമ്മുടെ ജൂറി പാനലിനടുത്തേക്ക് നീങ്ങാണ്. കമ നമസ്കാരം സാർ. അവൻഗാർഡിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിം പ്രശാന്ത് മോഹൻ സംവിധാനം ചെയ്ത മൈ ഹോം. പ്രശാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ, പ്രശാന്ത് മോഹൻ ഇന്ന് സ്ക്രീൻ ചെയ്യാൻ പോകുന്ന മൈ ഹോം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനാണ്. അതുമാത്രമല്ല, ഈ ഷോർട്ട് ഫിലിമിലെ സിനിമാറ്റോഗ്രാഫിയും കൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ചേട്ടൻ തന്നെയാണ്. ഒരു ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ എന്നുള്ളതാണ്. ഒരു അനാഥനായിട്ടുള്ള ഒരു കുട്ടിക്ക് തൻ്റെ വീടിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് ആണ് ഈ സിനിമയിലൂടെ. അപ്പോൾ ഇതൊരു സൈലൻറ്റ് മൂവിയാണ്, ഡയലോഗ്സ് ഇല്ല. അപ്പം അത് കാരണം എനിക്ക് വിഷ്വലി ഒരു സിനിമാറ്റോഗ്രാഫിയും കൂടെ കൈകാര്യം ചെയ്ത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അത് ഡയറക്ഷനും. കാരണം ഇത് മുൻപ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത് യാത്ര എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കൽ വീഡിയോ. പിന്നീട് ഞാൻ സന്തോഷ് തുണ്ടിയിൽ സാറിൻ്റെയും ഷൈജു കാലിദിൻ്റെയും അസിസ്റ്റൻ്റായിട്ട് എവിടെയത് ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ? ഊട്ടിയിലാണ് ഷൂട്ട്. ഊട്ടി. അപ്പോൾ അതിനൊരു വിഷ്വൽ അതെ ഏരിയ കൂടി ഉണ്ടാവും. അതെ. സിനിമാറ്റോഗ്രാഫേഴ്സിനൊരു സന്തോഷമുള്ള സ്ഥലമാണല്ലോ ഊട്ടിയും. കാരണം ഇതിൻ്റെ കഥ എഴുതുമ്പോൾ ഇതൊരു കഥ എഴുതിയിട്ടില്ല. ഇത് കഥ സ്റ്റോറി ബോർഡ് ഫസ്റ്റ് ചെയ്ത് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ബേസിക്കലി ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ ഈസി പെട്ടെന്ന് സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. സ്കെച്ച് ചെയ്തെടുത്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോട്ട് ബൈ ഷോട്ട് സ്കെച്ച് ചെയ്തപ്പോൾ ഡയലോഗ് പറയേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കഥ കൺവേ ആവുന്ന മാതിരി ഫീൽ വന്നു. അപ്പോൾ അത് കാരണം പിന്നീട് പൂർണ്ണമായിട്ടും ഡയലോഗ് ഒഴിവാക്കി മ്യൂസിക്കും ആംബിയൻസും വിഷ്വൽസും കൊണ്ട് മാത്രം. സാധാരണ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് പറ്റുന്നൊരു പ്രശ്നം ഇതാണ്. അവർ ഡയറക്ടറായി കഴിയുമ്പോൾ അത് എഴുതി ലിറ്റററി ആക്കി മാറ്റും. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് വിഷ്വലാക്കിയത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്ന് നമുക്ക് കണ്ടറിയാം. അതായത് നമുക്ക്
ഞങ്ങളെല്ലാവരും പ്രശാന്ത് മോഹൻ സംവിധാനം ചെയ്ത മൈ ഹോം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം. എനിക്ക് പോസ്റ്റർ കണ്ടത്ര സന്തോഷമുണ്ടായില്ല. പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ആർക്കിടെക്റ്റാണ് ഹാമിദ്. ആർക്കിടെക്റ്റാണ്. പോസ്റ്ററിൻ്റെ ഒരു സിംപ്ലിസിറ്റി ഇല്ലേ, അത് നോക്കുമ്പോൾ തന്നെയുള്ളൊരു സിംപ്ലിസിറ്റി ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ചൊരു മൈ ഹോം എന്നൊക്കെ പറയുമ്പോൾ വേറെ കുട്ടിത്തമുള്ളൊരു സാധനമാണല്ലോ. കുറച്ചൊരു ഹെവിനെസ് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ വെൽ കമ്പോസ്ഡ് ഫ്രെയിംസ്, അത്ര വെൽ കമ്പോസ്ഡ് ആവണമായിരുന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാത്രം. അതർവൈസ് ഐ ലൈക്ക് ദി ഐഡിയ. അത് ചെയ്തതിന് നല്ല നല്ല വൃത്തിയുണ്ട്. വൃത്തി കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ കുട്ടിത്തം എന്ന് പറയുമ്പോൾ ഈ ഐ ലവ് യു രസ്ന എന്ന് സ്ലോഗൻ എഴുതുമ്പോൾ അതൊരു നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ കഷ്ടപ്പെട്ട് വൃത്തികേടാക്കി എഴുതിയത്, ആ ഒരു കുട്ടിത്തത്തിന് വേണ്ടിയിട്ട്. അയാൾക്കത് നന്നായിട്ട് വരയ്ക്കാൻ അറിയാമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിത്തക്കുറവ് ആ ഫിലിമിനെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സെയിം ഫീല് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വരച്ചിരിക്കുന്ന ചിത്രം, ഇതിൽ ആ കുട്ടി വരയ്ക്കുന്ന ചിത്രം
അത് ശരിക്കും ഒരു കുട്ടി തന്നെ വരച്ചതാണ്. കൊല്ലം ജില്ലയിലെ ഒരു UP സ്കൂളിലെ ശാലിനി എന്ന് പറഞ്ഞൊരു കുട്ടി വരച്ച ചിത്രമാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കാരണം ഞങ്ങളാദ്യം ഞാൻ തന്നെ വരച്ചു നോക്കിയത് ആ ചിത്രം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ സാറ് പറഞ്ഞ ഇതേ ഒരു പ്രശ്നമാണ് തോന്നുന്നു. പിന്നീട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരച്ചു നോക്കി, കുറച്ചും കൂടെ ഒരു കുട്ടി വരയ്ക്കുന്നത്. പക്ഷെ എന്നിട്ടും ഒരു ജെനുവിൻ ഫീൽ അതിന് കിട്ടിയില്ല. അപ്പം അത് കാരണം ഞങ്ങൾ ഒരു 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ട് എൻ്റെ വീട് എന്ന് പറഞ്ഞ തീമിൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തി. കേരളത്തിലെ 14 ജില്ലയിലും ഞങ്ങൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് ഒരു ട്രാവൽ ചെയ്തു. എന്നിട്ട് ഒരു ജില്ലയിലെ ഒരു സർക്കാർ സ്കൂൾ സെലക്ട് ചെയ്തു, ഒരു റിമോട്ട് ഏരിയയിലെ സർക്കാർ സ്കൂൾ സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്കായിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു 651 ചിത്രങ്ങളുണ്ട്, അവരുടെ ഡ്രീം ഹോംസ്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ചിത്രമാണ് ഞങ്ങൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെൻ്റലി ഞങ്ങൾക്കൊരു ജെന്യുവൻ ഉറപ്പായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം കാര്യങ്ങളെ ട്രിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് വിഷ്വലിനോടൊപ്പം തന്നെ ഈ പ്രശ്നം വല്ലാതെ ഉളവാകാൻ കാരണം ആ മ്യൂസിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസിക് ഭയങ്കര ഹെവി ആയിരുന്നു. അതാണ് ആ കുട്ടിത്തം പ്രധാനമായിട്ട് അതിന് എടുത്ത് കളഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാണ്. ബട്ട് ഐ ഡെഫിനറ്റ്ലി അപ്രിഷ്യേറ്റ് യുവർ ഓൾ ദി എഫേർട്സ് ടു മേക്ക് ഇറ്റ് വെരി ജെനുവിൻ. എനിക്ക് ഇങ്ങനെ ഒരു ഫീലുണ്ടായി. ഇറ്റ് വാസ് മോർ ഒരു പ്രോ ലുക്കിലാണ് നിന്നത്, വിച്ച് ഈസ് ഉറപ്പായിട്ടും നിങ്ങളുടെ വർക്കിനോടുള്ള അപ്രിസിയേഷനാണത്. പക്ഷേ ഒരു ഡയറക്ടോറിയലി അതിന് കാണാതിരുന്നത് കൊണ്ടാവാം. ഇറ്റ്സ് മോർ എ സിനിമാറ്റോഗ്രാഫേഴ്സ് ഫിലിം. എനിക്കും ഈ സെയിം ഫീൽ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. A to Z സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ക്ലെൻലിനെസ് ഉണ്ടല്ലോ. എന്നാൽ ഒരു ഏരിയ കൂടി ഒരു അമച്ചറിഷ് ഒരു ജെർക്കൊന്നുമില്ല, ഭയങ്കര കമ്പോസ്ഡും. മറ്റേ അബ്ബാസ് കാരോസ്താമിയുടെ വേഴ്സ് മൈ ഫ്രണ്ട്സ് ഹോം അങ്ങനത്തെ ഒരു സിനിമയുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതായിട്ട് ഇതിന് യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ അതിലൊരു ഒരു കൂട്ടുകാരൻ്റെ വീട് അന്വേഷിച്ച് പോകുന്നതാണ് സംഭവം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇറാൻ ഫിലിമിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഈവൻ അവർ യൂസ് ചെയ്യുന്നൊരു ക്ലോത്ത് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര സൂതിങ് ആയി തോന്നി. പറഞ്ഞാൽ എനിക്കും സെയിം ഒപ്പീനിയൻ. അത് ഈ ഒരു പ്രോബ്ലം ഞങ്ങൾ ഫസ്റ്റ് ഇത് ഫുൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു 50mm ലെൻസ് ഞാൻ യൂസ് ചെയ്ത് 5D Mark II 50mm ലെൻസ് ഹാൻഡ് ഹെൽഡ് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിനൊരു ഇംപെർഫെക്ഷൻ അധികമായിപ്പോയി. കാരണം ആ ഒരു ഫീൽ, കുട്ടികളുടെ ഒരു ഫീൽ ഇവർ വരയ്ക്കുമ്പോഴും എല്ലാം. കാരണം അത് അങ്ങനെ ചെയ്തിട്ട് ഊട്ടിയിൽ ചെയ്ത സാധനം എഡിറ്റ് ചെയ്യായിരുന്നപ്പോൾ പ്രശ്നമായിട്ട് തോന്നിയിട്ട് പിന്നെ അത് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഈ ക്ലാസ് റൂമിലെ ഇത് റീഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാം ഈ ഒരു കുറച്ചും കൂടെ ക്ലീൻ ആക്കിയത്. അപ്പോൾ അതൊരു ചിലപ്പം കുറച്ചും എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നമാകാം. ഈ ഒരു പെർഫെക്ഷൻ അധികം മാർക്ക് ചെയ്യണം എന്നുള്ളത്. അതെ സാർ ഈ പറഞ്ഞ സെയിം ഇത് തന്നെയാണ്. ഞങ്ങൾ കുട്ടികളുടെ ആയിരുന്നുകൊണ്ട് ആദ്യം ഒരു മൂവ്മെൻറ്റ് കൊടുത്ത് തന്നെ ചെയ്യണമെന്നുള്ളത്, പ്രത്യേകിച്ച് 50mm ആ ഒരു ഡെപ്ത് കിട്ടിയ ഇമോഷൻസ് ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. പക്ഷേ അതിൻ്റെ അത് വർക്കൗട്ട് ആയില്ല. അപ്പം പിന്നീട് പ്ലാൻ ചെയ്തപ്പോൾ എല്ലാം ഒരു സ്ലൈഡർ വെച്ചിട്ട് മൂവ്മെൻറ്റ് കൊടുത്ത് ഒരു മ്യൂസിക്കൽ ഒരു ആ നിലയ്ക്ക് ദിസ് ഈസ് എ സേഫർ മോഡ് ഓഫ് ഡൂയിങ് ഇറ്റ്. പിന്നീട് ഒരു ഇംപെർഫെക്ഷൻ വന്നപ്പോൾ മ്യൂസിക്കൽ ഡയലോഗ്സ് ഇല്ല, മ്യൂസിക്കൽ മാത്രമായതുകൊണ്ട് ഇംപെർഫെക്ഷൻ കൊടുക്കുമ്പോൾ മ്യൂസിക് അതിനനുസരിച്ച് ആ ഒരു ആക്ച്വലി കിട്ടുന്നില്ല. ഈ ഒരു സ്ലൈഡറിൽ മൂവ്മെൻ്റ് ആയപ്പോൾ കുറച്ചും കൂടെ മ്യൂസിക്കലി സംഭവം ഫ്ലോ. വാസ്തവത്തിൽ ഈ ഇംപെർഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വെൽ കമ്പോസ്ഡ് മ്യൂസിക്കിനെ വിട്ടുപിടിക്കണം. യു ഷുഡ് മൂവ് മോർ ടു ഓഡിയോ ഡിസൈൻ ആൻഡ് ഇഫക്ട്സ്. അപ്പോൾ അത് രക്ഷപ്പെട്ടു പോകും. മനസ്സിലായി. എനിക്ക് ഈ ഒരു തെറ്റിലൂടെ നമ്മളുടെ ഡിസ്കഷനിലും വന്ന സിനിമകളിലും നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാവുക ഈ സബ്ജക്റ്റൊക്കെ നന്നായിരിക്കും, എടുപ്പ് ഭയങ്കര തകരാറ് വരെയാണ് പതിവ്. ഇത് നേരെ ഓപ്പോസിറ്റ്. എടുപ്പ് നന്നായി പോയി. അതെ, എടുപ്പ് നന്നായി പോയി എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്കഷൻ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവൻഗാർഡിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു. ബാഷു ദ ലിറ്റിൽ സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതായത് ഇറാനിലെ ഒരു യുദ്ധം നടക്കുന്ന യുദ്ധഭൂമിയിൽ നിന്ന് ഒരു കുട്ടി ഇറാനിയൻ ഗ്രാമത്തിലേക്ക് ഓടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫിലിം കണ്ട അപ്പോൾ ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കിയ ഒരു ഫോബിയയിലാണ് ഈ കുട്ടി വരുന്നത്.
അപ്പോൾ ഈ യുദ്ധം ഉണ്ടാക്കിയ ഫോബിയിൽ വന്ന് ഈ കുട്ടി ഏത് പാറ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാൽ തന്നെ കോഴിക്കോടിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ് അത് മുഴുവൻ വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ ഈ ഫിലിം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഡയറക്ടർ ചോദിച്ചു, ഇതിൻ്റെ മ്യൂസിക് എങ്ങനെയുണ്ട്, ഇതിൻ്റെ എന്താ ഓഡിയോ, മ്യൂസിക് വണ്ടർഫുള്ളാണ്. അയാൾ പറഞ്ഞു ഞാൻ റീ റെക്കോർഡ് ചെയ്തിട്ടില്ല. അയാൾ എന്ത് പറഞ്ഞു? റീ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇതിൻ്റെയാണ് മ്യൂസിക് ഗംഭീരമാണെന്ന് നമ്മൾ ഈ അഭിപ്രായം പറഞ്ഞത്. അയാൾ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ സിനിമ കാണാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് വീണ്ടും ഇരുന്ന സിനിമ. അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ എഫക്ട് സൗണ്ട്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഫിലിം കാണുമ്പോൾ ഈ വിഷ്വൽ ലാംഗ്വേജിൻ്റെ ഒപ്പം തന്നെ ഈ ഓഡിയോയുടെ ഒരു ഭംഗി കൂടെ ഒപ്പം തന്നെ ആ ഓഡിയോ ട്രാക്സും അത്ര മനോഹരമായിട്ട് എൻ്റെ കൂടെ ഫ്ലോ ചെയ്യും. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഉപയോഗിച്ചപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യമായിരുന്നു അത്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഡയലോഗ്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ ഓഡിയോ ട്രാക്സ് ഒന്നും കൂടി ശ്രദ്ധിച്ച് അത്തരത്തിലുള്ള ഒരു ബ്രില്യൻ്റ് ഐഡിയയിലേക്ക് പോയിരുന്നെങ്കിൽ, കാരണം ഇവിടെ സമൃദ്ധമായിട്ട് എന്താ പ്രകൃതി കൂടെയുണ്ട് ഈ ഫിലിമിൽ. അപ്പോൾ അത്രമാത്രം പ്രകൃതി നമ്മുടെ കയ്യിൽ ഓപ്പണായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളും നാച്ചുറൽ സൗണ്ട്സിനും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ്. അത് നമ്മുടെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട്, അത് അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും നാച്ചുറൽ മ്യൂസിക്കിൻ്റെ നാച്ചുറൽ ശബ്ദങ്ങളുടെ അത് കുറേ കൂടെ എന്താ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇത് ചെയ്തതിന് വേറെ എന്തെങ്കിലും പ്രത്യേക പർപ്പസ് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും? ഒന്നുമില്ല. കാരണം ആ കോമ്പറ്റീഷൻ നടത്തിയെന്നൊക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ. ഇല്ല. ഞങ്ങൾ പല സ്കൂളുകളിലും ഇപ്പം 14 സ്കൂളുകളിൽ പോയപ്പോഴും പല കുട്ടികളും നമ്മൾ പിന്നീടാണ് അറിയുന്നത്, പല കുട്ടികളും അനാഥരാണ്. അച്ഛനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും അച്ഛനും അമ്മയും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾക്കൊരു ഐ ഓപ്പണറായിരുന്നു. എങ്ങനെ അവർക്ക് വരയ്ക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സർക്കാർ സ്കൂളിലെ അധ്യാപകരുമായിട്ട് ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും എല്ലാം വരുന്നുണ്ട്. പല സ്കൂളിലും ഞങ്ങൾ വീണ്ടും പോയി ഇതുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ 14 ജില്ലകളിലെയും ചിത്രങ്ങൾ ഓരോ സ്കൂളിലെ കുട്ടികളെയും കാണിക്കാനുള്ളൊരു പരിപാടിയുണ്ട് ഇപ്പോൾ. ഇത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു വർക്ക് എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് കടന്നു വരികയും അത്തരം ഒരു ഡയമെൻഷൻ ഒരു വർക്കിന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ എല്ലാ വർക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ചിലർ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി സിനിമ പിടിച്ചവരുണ്ട് അല്ലേ, ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്ടേഴ്സിന്റെ ഷോറിലായിട്ട് ചെയ്തവരുണ്ട്. പക്ഷെ ഇതൊക്കെ അതിന്റെ ആ ഡയമെൻഷൻസ് ഒക്കെ ക്രോസ് ചെയ്ത് പോയി. ശാന്തേട്ടൻ, നമുക്ക് എന്നാൽ മാർക്കിലേക്ക് കിടക്കാം. ഒരു മാർക്ക് ഇടട്ടെ, നമുക്ക് നീങ്ങിക്കാം. ഓക്കെ, ജെയിൻ സാർ, മൈ ഹോം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ മാർക്ക് അറിയാൻ വന്നിരിക്കുകയാണ്. എത്രയാണ്? പറയാം, വലിയ അപകടമില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ മാർക്ക് ഇടുന്ന രീതി അറിയാലോ അല്ലേ. കൺസെപ്റ്റ്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റ്, ഓഡിയോ, പെർഫോമൻസ്, പിന്നെ ഡയറക്ഷനും ടോട്ടലും. അപ്പോൾ അതിൽ കൺസെപ്റ്റിന് നമ്മൾ 6 മാർക്ക് തന്നിട്ടുള്ളത്. 6 മാർക്ക് തന്നതിൽ കൺസെപ്റ്റ് മുഴുവൻ അങ്ങോട്ട് ഇവോൾവ് ചെയ്തില്ല എന്നൊരു അഭിപ്രായവും ജൂറിക്കുണ്ട്. കാരണം അത് മുഴുവനായിട്ട് അങ്ങോട്ട് വിരിഞ്ഞില്ല. ഒരു പക്ഷേ ഓർഫനേജിൻ്റെ ബോർഡൊക്കെ വന്നതോടുകൂടി മാത്രമാണ് അത് കൃത്യമായിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പിന്നെ സിനിമാറ്റോഗ്രാഫിക്ക് 8 മാർക്കുണ്ട്. അപ്പോൾ അത് പ്രശാന്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പൂർണ്ണമായി വരവഴിക്കാം. പിന്നെ എഡിറ്റ് 6 മാർക്ക്. ഓഡിയോ മാർക്ക് കുറവാണ്. അത് ഇഫക്ട്സ് ശരിയായി ഉപയോഗിക്കാത്തതിനുള്ള ശിക്ഷയാണ്. അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ഇഫക്ട്സ് ഉപയോഗിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെർഫോമൻസ് ആൻഡ് 7. പെർഫോമൻസ് പ്രത്യേകിച്ച് 2 കുട്ടികളുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് എന്ന അഭിപ്രായം. വിനയ്ക്ക് വളരെ ആവേശപൂർണമായ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ്. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത്, കുട്ടികളെ വർക്ക് ചെയ്യുക ഒരു സ്പെഷ്യൽ ടാലന്റാണ്. അവരെ കൊണ്ട് വർക്ക് ചെയ്യുകയും ചെയ്തു, ആ ഇമോഷൻ ക്യാപ്ചർ ചെയ്യുന്നതിൽ പ്രശാന്ത് വിജയിക്കുകയും ചെയ്തു അല്ലേ. പിന്നെ ഡയറക്ഷന് 30 മാർക്കേ ഉള്ളൂ. അതിലും ചില ശിക്ഷണ നടപടികളുണ്ട്. കാരണം ഷോർട്ട് ഡിസൈൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പ്രശാന്തിൻ്റെ ഒരു ഫോക്കസ്, ഓവർ വെയിറ്റേജ് പോയത് സിനിമാറ്റോഗ്രാഫിയിലേക്കാണ് തോന്നുന്നത്. സോ ഷോർട്ട് ഡിസൈൻ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു തോന്നി. സോ 32 ഫോർ ദി ടെക്നിക്കൽ സൈഡ് ആൻഡ് ഡയറക്ഷൻ ക്യാരീസ് 30.
and the total comes to 62. അവൻഗാർഡിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പ്രശാന്ത് മോഹൻ സംവിധാനം ചെയ്ത മൈ ഹോം എന്ന ഷോർട്ട് ഫിലിമാണ്. ജൂറി വർക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് 62 ഔട്ട് ഓഫ് 100. നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. ചേട്ടാ.